ഓക്കെ മാം. വളരെ നല്ല രീതിയിൽ തന്നെ കൃഷ്ണകുമാരി മാം എന്നെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഒരു വാം വെൽക്കം തന്നെയായിരുന്നു മാമിന്റേത്. താങ്ക് യു സോ മച്ച് മാം. അപ്പോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. കാരണം എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ മാം എന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. പേര് മായ എന്നാണ്. കമ്പനിയിൽ നിലവിൽ SR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്വദേശം പാലക്കാട് വണ്ടിത്താവളമാണ്. അപ്പോ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന വ്യക്തി എന്റെ അച്ഛന്റെ സഹോദരിയാണ്, അതായത് എന്റെ അമ്മായിയാണ്. അപ്പോ വിശാല മാം വഴിയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ ജോയിൻ ആവുന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് കേട്ടപ്പോ വലിയ വില്ലിങ് ആയിരുന്നില്ല ഞാൻ, കാരണം എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കിയതിനു ശേഷം വളരെ നല്ല രീതിയിൽ ഇപ്പോ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. കൂടെ വന്നവരെയൊക്കെ കൂടെ ചേർത്തി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോ നല്ല സന്തോഷമായിട്ട് പോകുന്ന ഒരു വർക്ക് തന്നെയാണ് ഫിജിക്കാർട്ടിലുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് ഫോളോ അപ്പ്, അതായത് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ഫോളോ അപ്പ് ചെയ്യാനുള്ളത്. ഫോളോ അപ്പ് എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു തോന്നും, കാരണം പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആയിട്ട് ചില ആളുകൾക്ക്, പുതിയ ജോയിനേഴ്സിന് ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരും. ഫോളോ എന്ന വാക്ക് മനസ്സിലാവും, കാരണം ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുക അതൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകം തന്നെയാണ് ഫോളോ അപ്പ് എന്നുള്ളത്. കാരണം ഇവിടെ നമുക്കറിയാം അല്ലെ, ഇൻവിറ്റേഷൻ നമ്മൾ ആദ്യം കൊടുക്കും. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഒരു പ്രൊജക്റ്റ് ആണ് ഞാനിപ്പോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോബി സാറാണ് ഇതിന്റെ ചെയർമാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും പ്ലാനുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും, പക്ഷെ ഫോളോ അപ്പ് എടുക്കാൻ മറന്നുകൊണ്ടിരിക്കും. പുതിയ പുതിയ വ്യക്തികൾക്ക് പ്ലാൻ കൊടുക്കും തോറും പഴയ ആളുകളെ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും വീണ്ടും ആളുകളെ തേടി ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ് അല്ലെ കാണുന്നത്. അപ്പൊ ഇവിടെ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു ഘടകം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ വേണ്ടത് അക്വയർ മോർ നോളേജ്. അതായത് കുറെ അറിവുകൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പല ജോലികളും ചെയ്യുന്ന വ്യക്തികൾ ഇതിലുണ്ട്, വീട്ടമ്മമാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജെൻസും ഫിമെയിലും എല്ലാവരും ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു ഫീൽഡാണ്. നമ്മൾ ബിസിനസ് ഒന്നും തുടക്കത്തിലെ അറിഞ്ഞു വരുന്ന വ്യക്തികളല്ല, ഇവിടെ വന്നിട്ടാണ് പല അറിവുകളും നേടുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അക്വയർ ചെയ്യാനായിട്ട്, അതായത് നേടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോ ഫിജിക്കാർട്ട് നമ്മുടെ ആപ്പ് ഉണ്ട് അല്ലെ, അപ്പൊ അതിലത്തെ അപ്ഡേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനി തരുന്ന നിർദ്ദേശങ്ങൾ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഫോളോ അപ്പ് എടുക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾക്ക് അന്നന്നാളത്തെ അല്ലെങ്കിൽ അതുവരെയുള്ള കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും ഈ ഫോളോ അപ്പിലുള്ള വ്യക്തികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫോളോ അപ്പ് ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ ശരിക്കും നമ്മൾ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഇട്ട് വെക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, പ്ലാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ വ്യക്തികളെ നമ്മൾ മറന്നു തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോളോ അപ്പിലുള്ള വ്യക്തികളെ ആ ഒരു ലിസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഗുഡ് മോർണിംഗ് ആണെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും, ഫോളോ അപ്പിലുള്ള എല്ലാ വ്യക്തികൾക്കും കിട്ടുന്ന തരത്തിലേക്ക് മാറും. എന്തൊരു അപ്ഡേഷൻ ആണെങ്കിലും, ഇപ്പൊ പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം പോസ്റ്ററുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ അച്ചീവ്മെന്റ്സ് എന്ത് പോസ്റ്ററുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോളോ അപ്പിലുള്ള വ്യക്തികൾക്കും കൊടുക്കുന്ന തരത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം. ദെൻ നമുക്ക് ആവശ്യം സിപ്പ് ഇൻഫർമേഷൻ. അതായത് ഇപ്പോ ഒരു വ്യക്തിക്ക് നമ്മൾ പ്ലാൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ വ്യക്തി ചിലപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വരാൻ വില്ലിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ പല നെഗറ്റീവ് തോട്ട്സും അവർക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ ക്യാഷിന്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാർ ആരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ മടിച്ചു മാറി നിൽക്കുന്ന
വ്യക്തികളായിരിക്കാം ഈ ഫോളോ അപ്പിലുള്ള വ്യക്തികൾ അല്ലെ. കാരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ തന്നെ പെട്ടെന്ന് വന്ന വ്യക്തികളാണോ? പ്ലാൻ കേട്ടത് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളല്ല അല്ലെ. ഒരിക്കലും അങ്ങനെ ആരും ഇതിൽ ചെയ്യുന്നില്ല. കട്ടയ്ക്ക് ഫോളോ അപ്പ് എടുത്തതിന് ശേഷം മാത്രം ജോയിൻ ആയിട്ടുള്ള വ്യക്തികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും അല്ലെ. ചുരുക്കം ആളുകൾ ചിലപ്പോ എന്താ പറയാ, നേരിട്ട് ജോയിൻ ആവണം എന്ന് കരുതിയിട്ട് നേരിട്ടും വന്ന് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടാവാം. മെജോറിറ്റി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫോളോ അപ്പ് എടുത്തതിന് ശേഷം വന്ന വ്യക്തികൾ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല അല്ലെ. അപ്പൊ ഫോളോ അപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ഒരു വ്യക്തിനെ കണ്ടുമുട്ടി അവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത് അതിനുശേഷം അവർ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് ഫോളോ അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പോ ഒരു വ്യക്തിയിലേക്ക് പ്ലാൻ കൊടുത്ത് അവര് വരില്ല, പെട്ടെന്നൊന്നും വരുന്നുണ്ടാവില്ല. പക്ഷെ അവർ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ആ ടൈം വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും എല്ലാ കാര്യങ്ങളും, അതൊരു ഫോൺ കോളിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഷെയർ ചെയ്യുന്നതിലൂടെ ആയിക്കോട്ടെ, എല്ലാ പ്രവൃത്തികളും അവർ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതിനെയാണ് ഫോളോ അപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഇപ്പൊ പ്ലാൻ കൊടുത്തു വന്നു അതിനുശേഷം നിരന്തരം അവരെ വിളിച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല അതില് ഉദ്ദേശിക്കുന്നത്. അവർക്ക് തോന്നണം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഇവരുടെ കൂടെ ജോയിൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം നമുക്കും കിട്ടും, അല്ലെങ്കിൽ അവർ വളരുന്നതിനോടൊപ്പം എനിക്കും വളരാൻ കഴിയും, ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും വിജയം ഉണ്ടാവും എന്നുള്ളൊരു തോന്നല് അവരിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അല്ലെ. ഡെയിലി നമ്മൾ അവരെ വിളിച്ച് നിങ്ങൾ എപ്പോഴാണ് എന്റെ ടീമിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അത് ബ്ലോക്ക് ചെയ്ത് തന്നെ വിളിക്കും. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം പ്ലാൻ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് വിളിക്കണമല്ലോ. അപ്പൊ ഒന്നോ രണ്ടോ വ്യക്തികൾക്കായിരിക്കും ആ ടൈമിലൊക്കെ പ്ലാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവരെ നിരന്തരം ഇങ്ങനെ വിളിക്കുമ്പോൾ എന്റെയൊക്കെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട് ചില ആളുകൾ. അതുപോലെ ബ്ലോക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതൊന്നും ആവർത്തിച്ച് കാണുന്നില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലായി, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ 6 ഇൻഫർമേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അതിൽ പറഞ്ഞു കൊടുക്കാതെ വേണ്ട കാര്യങ്ങൾ ഓരോ തവണ നമ്മൾ വിളിക്കുമ്പോഴും വളരെ കോൺഫിഡന്റോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. ആദ്യം വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പ്ലാൻ ഒക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കും നമ്മൾ. അതിനുശേഷം പിന്നെ വിളിക്കുമ്പോൾ അവര് ജോയിൻ ചെയ്യോ ചെയ്യില്ലേ എന്നുള്ള ഇരു മനസ്സിൽ നമുക്കേ ഡൗട്ടാണ് അല്ലെ. മുൻധാരണ വെച്ചുകൊണ്ട് അവരത് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യും. അന്ന് സംസാരിക്കുമ്പോൾ നല്ല ടാലന്റ് ആയി സംസാരിച്ച ഒരു കുട്ടിയാണല്ലോ ഇപ്പൊ എന്തിങ്ങനെ കോൺഫിഡൻസ് കമ്മിയായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് മൈൻഡിൽ അവർ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഓരോ തവണ അവരെ വിളിക്കുമ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരേ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പോവാതെ ഓരോ തവണ വിളിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് അത്രയും സ്ട്രോങ് ആണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ വിജയം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എത്ര നേരം പറഞ്ഞ പോലെ കോൺഫിഡൻസ്, നല്ല കോൺഫിഡന്റോടുകൂടി നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം നോളേജ് തന്നെയാണ് അല്ലെ. നോളേജ് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. എത്രത്തോളം നോളേജ് കൂടുന്നു അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് അത്യാവശ്യം ചില നുണകളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. കാരണം ഇതിലേക്ക് കൊണ്ടുവരാൻ പല നുണകളൊന്നും പറഞ്ഞിട്ട് ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചെറിയൊരു ട്രിക്കൊക്കെ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് ഇതിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് തോന്നുക അല്ലെ. അപ്പോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതിന്റെ കൂടെ തന്നെ അത് എനർജറ്റിക് ആയിട്ട് പറയുമ്പോഴാണ് അതിന് അത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുക. അപ്പോ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അല്ലെ. കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങിക്കുന്നതിലൂടെ വലിയൊരു അവസരം കിട്ടുന്നു എന്ന തോന്നല് അവരിൽ ആദ്യം കൊണ്ടുവരിക. അല്ലാതെ ഈ സാധനങ്ങളുടെ കാര്യം തന്നെ ആദ്യം പോയി പറഞ്ഞ്, അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ എടുക്കുന്ന കാര്യം ആദ്യം തന്നെ പോയി അവരുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് വിചാരിക്കും ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ഒരു രീതി വരും. അപ്പോ നീഡ് അറിഞ്ഞ് ഫീഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. കാരണം പല വ്യക്തികളും പല സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല കണ്ടീഷനിൽ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോ അവരടുത്ത് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ, അതായത് ഇപ്പൊ കുറച്ച് 2-3 തവണ സംസാരിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് പിന്നീട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഏത് ടൈമിലായിരിക്കും ഫ്രീ ആവുക. കാരണം അവർ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണോ നമുക്ക് പിടികിട്ടിയിട്ടുണ്ടാവും, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഫോളോ അപ്പ് എടുക്കുന്ന ടൈമിൽ
നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പെരുമാറുക അല്ലെ. അവർക്ക് ഡിസ്റ്റർബ് ആവുന്ന തരത്തിലുള്ള ഒരു കോൾ ആയിരിക്കരുത് നമ്മളുടെ കയ്യിൽ നിന്ന് പോണത്. അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും പോകുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർക്ക് തോന്നണം നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക, അല്ലെങ്കിൽ അതിന് മാത്രം വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരുടെ മനസ്സിൽ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പകരം അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറാനായിട്ട് ഇടയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവർ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പോൾ പ്ലാനുകൾ കുറേ കൊടുത്തു അതിനെ പിന്നീട് ഫോളോ അപ്പ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാൻ കൊടുത്തതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം ഇവിടെ കട്ടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തികളെയാണ് ആവശ്യം. കാരണം ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമായിരിക്കും ഓരോ സെയിലും വരുന്നത്, അല്ലെങ്കിൽ ആളുകൾ നമ്മളിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. ബോബി സാർ തന്നെ പറയാറുണ്ട് ഡു ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സാർ പറയുന്ന ഒരു കാര്യമില്ല. അപ്പൊ ഫോളോ അപ്പ് എന്ന വാക്കിന് വളരെയധികം വാല്യൂ ഉണ്ട്. അത് നമ്മൾ പ്രവൃത്തിയിൽ അടിപൊളിയായിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് ഓരോ സെയിലും ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടീം ഡെവലപ്പ് ആയിട്ട് പോകാനുള്ള ചാൻസും കിട്ടുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ്, എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മൾ അറിവുകൾ കൊടുക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്ന് ഇന്ന കാര്യങ്ങളാണ്, ഇതാണ് പ്ലാൻ, ഇന്ന കാര്യങ്ങൾ നമ്മുടെ മാനേജ്മെന്റിലുണ്ട്, അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കുറച്ചൊരു എന്റർടൈൻമെന്റ്, അതായത് അവർക്കൊരു നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ഒരു സംസാരം കൊണ്ടുവരിക. ഇപ്പോ തീരെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഒരിക്കലും ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല അല്ലെ. അപ്പൊ നീഡ് അറിഞ്ഞ് ഫീഡ് ചെയ്യുക. കാരണം നമ്മൾക്ക് എങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് ചിന്ത നമുക്ക് നല്ല രീതിയിൽ വേണം. അപ്പൊ ഈ ഫോളോ അപ്പിന് നല്ല പ്രാധാന്യം ഇവിടെ ഉണ്ട് തന്നെയാണ്. അപ്പൊ കട്ടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാവുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇപ്പോ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുന്ന കാര്യങ്ങളിൽ ഈ ഫോളോ അപ്പിലുള്ള വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന അതിലൂടെയാണ് പല വ്യക്തികളും ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. കാരണം നമ്മൾ ഒരു ദിവസം പോലും സ്റ്റാറ്റസ് വെക്കാതിരിക്കരുത്. കാരണം ഈ ഫോളോ അപ്പിലുള്ള വ്യക്തികൾ പരമാവധി നമ്മളുടെ നമ്പർ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മുടെ സ്റ്റാറ്റസ് അവർ വാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറണം അല്ലെ. അപ്പൊ നമ്മൾ വെക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോ ഇൻകം പോസ്റ്ററുകളായിക്കോട്ടെ, വേറെ എന്ത് വീഡിയോസ് ആയിക്കോട്ടെ, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതിന്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റസിലൂടെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വാച്ച് ചെയ്യുന്ന ലെവലിലേക്ക് അത് മാറണം. അവരത് കാണുക തന്നെ ചെയ്യും അല്ലെ. നമ്മുടെ സ്റ്റാറ്റസ് ഒരുപാട് കണ്ട് 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 കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളടക്കം ഉണ്ട്, മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളടക്കം അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് അല്ലെ എല്ലാ ആളുകളും. അപ്പൊ ആദ്യമേ പറയുന്നതും എല്ലാവരും ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യില്ല. അവർക്കൊരു ടൈം ഉണ്ട്, അവരിതിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്, അപ്പോഴേ അവർ ഇതിലേക്ക് വരുന്നില്ല. കാരണം ഒരു യോഗ ജി കാർഡിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു ലെക്ക് വേണം, ശരിക്കും അങ്ങനെ തന്നെ പറയുന്നത്. കാരണം ഒരു വലിയൊരു അവസരം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ. കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് ഇതിലേക്ക് ഒരു ഐഡിയ അടിക്കുമ്പോൾ കിട്ടുന്നത് 5 കോടിയുടെ അല്ലെ, 5 കോടി വില മതിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം കേട്ടത് എന്ന് വെച്ചാൽ പ്ലാനും എല്ലാം കേട്ടതിന് ശേഷം അവസാനം നമ്മളെ മുറിവേൽപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് മറ്റേ ആളെ ചേർക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ മണി ചെയിൻ അതുപോലത്തെ അല്ലേ എന്ന് ചോദിക്കില്ലേ. അത്രയും കേട്ട് നമ്മൾ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പ്ലാനൊക്കെ ഇരുന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടാവൂലെ. അപ്പൊ ഇത് അതല്ല എന്ന തീർച്ചപ്പെടുത്തൽ നമുക്കിവിടെ ആവശ്യമില്ല. ആളെ പിടിക്കുന്ന പരിപാടിയല്ല, മറിച്ച് എന്താണ്, നമ്മളെക്കാൾ ടാലന്റ് ഉള്ള ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള പരിപാടിയാണ് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാനായിട്ട് സാധിക്കണം. കാരണം ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തിക്ക് ശരിക്കും എന്താ പറയാ കട്ടിക്ക് കൊടുക്കുന്ന ഒരു മറുപടി ആയിട്ട് അത് മാറണം. അപ്പൊ ആ ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജീവിതം നമ്മുടെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അല്ലെ. അത് ബിൽഡ് ചെയ്യാൻ, അത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് MLM എന്ന് കേൾക്കും, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുക അല്ലെങ്കിൽ മുഖം ചുളിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പൊ മണി ചെയിൻ ഒന്നും അല്ല ഇത്. ഇവിടെ ഇങ്ങനെയാണ്, ഇത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, നിങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ മാറണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്,
നമ്മൾക്ക് ലീഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ലീഡേഴ്സിന്റെ സംസാരിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള ചാൻസ് ആണ് ശരിക്കും ലീഡേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിലുപരി നമ്മുടെ ഈ 7am ആയിക്കോട്ടെ, എന്ത് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ, അതെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഇവിടെ നടക്കുന്ന എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഫോളോ അപ്പ് തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ. സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന നമ്മുടെ കമ്പനിയുടെ വിഷനും മിഷനും നോക്കിയാൽ നമുക്ക് അറിയാലേ, കുറേ വ്യക്തികൾക്ക്, ഇഷ്ടം പോലെ ആളുകൾക്ക് മനസ്സിനുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. പക്ഷെ ഒരു തെറ്റിദ്ധാരണ എന്താണ്, കുറേ ക്യാഷുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ഈ ഒരു ബിസിനസ്, അല്ലെങ്കിൽ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഗ്രഹം മൂടി വെക്കുന്ന ഒരു രീതിയാണ് കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു ബോബി സാർ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് അവസരത്തിന് വഴിയൊരുക്കുകയാണ് ഫിജിക്കാർട്ടിലൂടെ ബോബി സാർ ചെയ്തത്. അപ്പോ ഇവിടെ സാധാരണക്കാർക്കൊക്കെ ബിസിനസ് ചെയ്ത് അസാധാരണക്കാരാവാനുള്ള വലിയൊരു അവസരമാണ് ശരിക്കും കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്ന് നമുക്ക് ശരിക്കും കുറേ ലേൺ ചെയ്യാനുണ്ട്. പുറത്തു നിന്നൊരു കാണുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവരെന്താ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഒന്നും ചെയ്യുന്ന കാണാനില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് ഒരു കറക്റ്റ് സിസ്റ്റത്തിന്റെ ഉള്ളിലൂടെ നമുക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ലേണിംഗ് പീരീഡ്, അതുപോലെ ബേണിംഗ് പീരീഡ്, ഏണിംഗ് പീരീഡ്, എൻജോയിങ് പീരീഡ്, ഈ ഒരു 4 സ്റ്റേജസിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിജിക്കാർട്ട് അല്ലെങ്കിൽ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് മേഖലയും കടന്നു പോകുന്നത് ഈ ഒരു 4 ഘട്ടങ്ങളിലൂടെ തന്നെയാണ്. ഫസ്റ്റ് ഒന്നും അറിയാതെ വരുന്ന വ്യക്തി MC ചെയ്യുന്നു, സെഷൻ ചെയ്യുന്നു, ഒന്നും സംസാരിക്കാത്ത വ്യക്തികള് പിന്നീട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് ആർജിച്ചെടുക്കുന്നതൊക്കെ ഈ ഒരു ചെറിയ MC ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയുന്നതിലൂടെയൊക്കെ ഒരുപാട് വളർന്നിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ ആദ്യം വന്ന് ഒന്നും അറിയാത്ത വ്യക്തികൾ പിന്നീട് ലേൺ ചെയ്യാൻ തയ്യാറാവുന്നു, നല്ല രീതിയിൽ നോളേജ് അറ്റൈൻ ചെയ്യാനായിട്ട് തയ്യാറാവും. അതിനുശേഷം വലിയൊരു ടീമൊക്കെ വരുന്ന സമയത്തിൽ ബേണിംഗ് പീരീഡ് എന്ന് പറയാം. കാരണം കുറച്ച് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഇതിൽ വരും. കാരണം ഒരു ടീം ആകുമ്പോൾ അങ്ങനെയൊക്കെ സർവ്വസാധാരണമാണ് അല്ലെ. അപ്പൊ ആ ഒരു ബേണിംഗ് പീരീഡും താണ്ടി പിന്നീട് നമ്മൾ എത്തുന്നത് ഏണിംഗ് പീരീഡിലാണ്. നമുക്ക് ഇൻകം ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് കൂളാവും. അപ്പൊ വരുമാനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ഫാമിലി സപ്പോർട്ട് ഒന്നും ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഫാമിലി സപ്പോർട്ട് ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങളായിരിക്കും നമുക്ക് കാത്തിരിക്കുന്നുണ്ടാവുക. 98 രൂപയും 100 രൂപയും 200 രൂപയും 1000 രൂപയും അങ്ങനെ ചെറിയ ചെറിയ വരുമാനത്തിൽ നിന്ന് പിന്നീട് വലിയ വരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കുന്ന വലിയൊരു അവസരം തന്നെയാണ് ഫിജിക്കാർട്ടിൽ ഉള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്താൽ മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഫിജിക്കാർട്ടിൽ, അല്ലെങ്കിൽ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. വന്ന വ്യക്തികളെ, അതായത് കൂടെ ഒരു വ്യക്തി വന്നാൽ പോലും, ഒരു പാർട്ട്ണർ വന്നാൽ പോലും നമ്മളുടെ ലീഡറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ വന്ന വ്യക്തികൾ ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ 100 വ്യക്തികൾ വന്നാൽ അതിൽ 2 or 3 പേരായിരിക്കാം നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. വളരെയധികം ആത്മാർത്ഥമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം പേരായിരിക്കും. ആ വന്ന വ്യക്തികൾ 2 or 3 പേരാണെങ്കിൽ പോലും അവരെ കൂടെ കൂട്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയില്ല, ഒരു ലിസ്റ്റ് നമ്മൾ മേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, ഫസ്റ്റ് കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാനും ചിന്തിച്ചതാണ്, ഇവർക്ക് എന്തിനാണ് ഈ നമ്പേഴ്സ് ഒക്കെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒന്നും അറിയില്ല, ആ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെനിക്ക് അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഇത് മറ്റുള്ളവർക്ക് പറയുന്ന സമയത്ത്, കോൺടാക്ട് ലിസ്റ്റിന്റെ കാര്യം പറയുന്ന ടൈമിൽ എനിക്കൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ അന്ന് എന്റെ ലീഡറിന്റെ അടുത്ത് കൊടുക്കാൻ മടിച്ച ഒരു കാര്യമാണ്. അപ്പോ തിരിച്ചും എനിക്ക് ആ ഒരു മടി തന്നെയായിരിക്കും പാർട്ട്നേഴ്സ് നമുക്ക് തരിക അല്ലെ. അപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നത്, തിരിച്ച് ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും പാർട്ട്നേഴ്സ് നമുക്കും ആ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാവുക. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഡേഴ്സുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എത്രത്തോളം അറിവുകൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ അത്രത്തോളം അറിവുകൾ നമ്മൾ ഇതിൽ നേടാനായിട്ട് ശ്രദ്ധിക്കുക. വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ടുണ്ട്. ഫോളോ അപ്പ് അത് നമ്മൾ മറക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ദിവസം നമ്മൾ ഫോളോ അപ്പ് എടുക്കാൻ വിടാനേ പാടില്ല. കാരണം ഇൻവിറ്റേഷൻ കൊടുത്ത് പ്ലാൻ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തികളൊന്നും പിന്നീട് നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള റിലേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അത് വളരെ മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. ഫോളോ അപ്പ് എടുത്തുകൊണ്ടേ നമ്മൾ ഇരിക്കണം. കാരണം എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആയിട്ട് മാസക്കണക്കായിട്ട് നമ്മൾ ഫോളോ അപ്പ് എടുക്കുന്ന വ്യക്തികളാണ്.
പക്ഷെ അവര് വരുമോ വരില്ല, കാരണം വരാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷെ വില്ലിങ് ആയിരുന്നില്ല. ക്യാഷിന്റെ കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പനിച്ചു കിടക്കുന്ന ഒരു ടൈമാണ്, ശരിക്കും പറഞ്ഞാൽ നല്ല തല പൊങ്ങാതിരുന്ന ഒരു ടൈമില് കടന്നുകൊണ്ട് ശരി ഒന്നുകൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച ആ സമയത്ത് അന്ന് എനിക്ക് സെയിൽ ഓപ്പൺ ആയി. ആള് എനിക്ക് ക്യാഷ് അന്ന് തന്നെ അയച്ചു തന്നു. ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ആ ഒരു വിളിച്ചില്ലെങ്കിൽ എനിക്ക് ആ വ്യക്തിനെ കിട്ടുമായിരുന്നോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. ഒരുപാട് കാട് കയറി ചിന്തിക്കേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടുകൾ ഇട്ടിട്ട് പോകേണ്ട ഒരു സംഗതിയല്ല ഫിജിക്കാർട്ടില് ഉള്ളത്. നമുക്ക് സ്മാർട്ട് വർക്ക് മാത്രം മതി അല്ലെ? അപ്പോ പ്ലാൻ കൊടുക്കുന്ന വ്യക്തികളെ കട്ടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ ഫോളോ അപ്പ് എന്നുള്ള ഒരു കാര്യം മറക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണം. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്നത് അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് വേണം. എത്ര പേർക്ക് നമ്മൾ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, എത്ര പേർക്ക് നമ്മൾ പ്ലാൻ കൊടുത്തിട്ടുണ്ട്, അതില് ചാൻസ് കൂടുതലുള്ള വ്യക്തികൾ ആരാണ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ എത്ര പേര് നമ്മുടെ ഫോളോ അപ്പിൽ ഉണ്ട്, ആ ഫോളോ അപ്പിലുള്ള വ്യക്തികളെ കറക്റ്റ് ആയിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് കറക്റ്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക തന്നെ വേണം. കാരണം ഫോളോ അപ്പിനാണ് ഇവിടെ വാല്യൂ കൂടുതൽ. നമ്മളല്ലാതെ പ്ലാനും എത്ര കൊടുത്തു എന്നതിലല്ല, ആ പ്ലാൻ കൊടുക്കുന്ന വ്യക്തികൾ അത്രയും നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ഇതിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അവർ വന്നതിന് ശേഷം പിന്നീട് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ പിടികിട്ടുന്ന ഒരു ലെവലിലേക്ക് മാറും അല്ലെ? കാരണം നമ്മളുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വ്യക്തികളായിരിക്കും. പിന്നീട് ഇതിലേക്ക് വന്ന് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഇതിന്റെ സാധ്യതകൾ വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ വന്ന വ്യക്തികളൊക്കെയും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിച്ചിട്ടില്ല. കുറെ പേര് വിന്നേഴ്സ് ഉണ്ട്, കുറെ പേര് ക്വിറ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇട്ടെറിഞ്ഞ് പോകുന്ന വ്യക്തികളുണ്ട്. കാരണം അവർക്ക് ഒരു ക്ഷമ എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പണക്കാരനാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് വരുന്ന വ്യക്തികളാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് മേഖലയിലാണ് പെട്ടെന്ന് പണക്കാരനാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മേഖല ഉണ്ടാവില്ല. പിന്നെയും പോസിബിലിറ്റി ഉള്ളത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ് അല്ലെ? ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ അന്നന്നാളത്തെ കാര്യങ്ങൾ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം ഇല്ലാത്ത രീതിയിൽ പോവുമായിരിക്കും. പക്ഷെ ഒരിക്കലും നല്ല വലിയൊരു പണക്കാരനാക്കാനും പറ്റില്ല, ദാരിദ്ര്യമുള്ള ഒരു വ്യക്തിയാക്കാനും ഈ ജോലികൾക്കൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു മേഖല തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. വരും കാലങ്ങളിൽ ഇതിന് എത്രത്തോളം റേറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ എന്താ പറയാ 140 കോടി ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് നമുക്ക് വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നത്. അപ്പം വിജയിച്ച വ്യക്തികളോട് മാത്രം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ അല്ലെ? PSC തോറ്റ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് PSC എക്സാമിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നെഗറ്റീവ് അടിക്കും. ഓ ഇതൊക്കെ കിട്ടാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല എന്ന് തന്നെ അവർ പറയും. പക്ഷെ വിജയിച്ച ഒരു PSC യിൽ വിജയിച്ച അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ